ലൊക്കേഷൻ ഒക്കെ അറിയാമോ? കറക്റ്റ് പറഞ്ഞു പറഞ്ഞേ. അറിയാലോ? എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. സോമനങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇനി അങ്ങോട്ട് റൈറ്റ്. ആകെ ഒരു ദുരന്ത കഥയാണ്. എവിടെ റൈറ്റ് കാണിച്ചു? ഇതല്ലേ റൈറ്റ്? ഇതെന്തായിട്ടും അറിഞ്ഞൂടല്ലേ നോക്കാൻ. എങ്ങനുണ്ട്? സംഭവിക്കില്ലേ? അത് ഇടയ്ക്കൊരു എന്നുള്ള ബീജിയം ഒക്കെ ക്യൂട്ട്നെസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നേരം നിന്നാ മുടിയിൽ കിളവി അവള് കാണിക്കോ ഇളകോ? ഒന്ന് എനിക്ക് ചെരുപ്പ് വാങ്ങിയാണ് ലുലുമാളിൽ പോകണം. അവിടെ പല സാധനവും കണ്ടെന്ന് വരും. അത് വേണം ഇത് വേണമെന്ന് പറയരുത്. എന്തൊരു നീചനാണ്. പാവോടവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. പ്രത്യേകം ഞാൻ പറയുകയും എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ഇത് വേണമെന്ന് പറയരുത്. പ്രത്യേകം ഞാൻ പറയുകയും എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത്? നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. നമ്മൾ എന്തിനാ പാട്ട് വേണ്ട, പാട്ട് വന്നാൽ ഞാൻ മുമ്പ് പാട്ട് വേണ്ട, കോപ്പിറൈറ്റ് വരും. എങ്ങനെ പോയാലും 10-25 വയസ്സിന് മേലുള്ള ഒരു പെൺകൊച്ച മുതുക്ക് കിളവി അവള് അഭിനയിക്കാണ്. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. എന്താണ്? എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയാസം കാണിച്ചിട്ടാ. പക്ഷെ അതൊക്കെ അവരുടെ കണ്ടന്റ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർ കോണ്ടന്റ് ആണെന്നുള്ള ലെവലിൽ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആ ഒരു മേഖല ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാതിരിക്കുക. എങ്ങനെ നോക്കാതിരിക്കും? പറയുക തന്നെ വരുമല്ലോ കാണാനായിട്ട്. കണ്ണിന്റെ മുന്നിൽ വന്നു കയറും. അത്രേ ഉള്ളൂ.